ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ MS ലൈഫ് ടിപ്സ്. നമ്മൾ കുറേ നാളായിട്ട് മെഡിറ്റേഷൻ വീഡിയോ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഞാൻ മെഡിറ്റേഷൻ വീഡിയോ എന്നും ചെയ്യുമായിരുന്നു. പേഴ്സണലി എനിക്കത് വളരെയധികം ഇമ്പ്രൂവ്മെന്റ്, എനിക്ക് എന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ അത് കുറെ ഉപകാരമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻസ് വീഡിയോ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ, പ്രത്യേകിച്ച് പിന്നെ രാവിലെയും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിരിക്കില്ല ഈ മെഡിറ്റേഷൻ വീഡിയോ. അത് നിങ്ങൾ എന്തായാലും തുടരണം. അതിന്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ വീഡിയോസ് ചെയ്യുക. ഇത് 30 മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. 30 ആഴ്ചകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെഡിറ്റേഷൻ നമ്പർ 1 ആണിത്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും. എല്ലാവർക്കും ശാരീരികവും അതുപോലെ മാനസികവുമായിട്ടുള്ള സമാധാനം നേരുന്നു. എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം ഉണ്ടാകട്ടെ. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് 100% യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്റെ ലൈഫിൽ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഈ മെഡിറ്റേഷൻ വീഡിയോ ചെയ്യായിരുന്നു. അത് നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഒന്ന് കരുത്താർജിക്കാൻ വേണ്ടി, മാനസികമായിട്ട് നമുക്കൊന്ന് ബലപ്പെടാൻ വേണ്ടി മെഡിറ്റേഷൻ വീഡിയോ എപ്പോഴും സഹായകമാണ്. അതുപോലെ ഞാനിപ്പോൾ കൗൺസിലിംഗിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. വളരെ ശാന്തമായി നിങ്ങൾക്ക് കസേരയിൽ ഇരിക്കാവുന്നതാണ്. നിവർന്നിരിക്കാൻ വേണ്ടി കസേരയിൽ നിങ്ങൾക്ക് തലയിണ വയ്ക്കാവുന്നതാണ്. കൈകൾ മലർത്തി മുകളിലേക്ക് വയ്ക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ മെഡിറ്റേഷൻ്റെ ഈ ദിവസം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഹീലിംഗ് മെഡിറ്റേഷനാണ്. നമുക്ക് ബ്രെയിനിൽ തൊട്ട് തുടങ്ങാം. നമ്മുടെ ശ്രദ്ധയെ തലയുടെ മുകൾ ഭാഗത്തായിട്ട് കൊണ്ടുവരാം. ആ സമയം നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്നുണ്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഭാഗം ഉയരുകയും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഭാഗം താഴുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് ആഴത്തിൽ മൂക്കിലൂടെ ശ്വാസം എടുത്ത് മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടാവുന്നതാണ്. എപ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കുമ്പോഴും ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് വളരെ സാവധാനം എടുക്കുക. ഒന്ന് പിടിച്ചു നിർത്തി പുറത്തേക്ക് ശ്വാസം വളരെ സാവധാനം മൂക്കിലൂടെയോ വായിലൂടെയോ പുറത്തേക്ക് വിടാവുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധയെ തലയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു ഓർഗൻ അല്ലെങ്കിൽ അവയവമാണ് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഓരോ നീക്കങ്ങളും, നമ്മളെ ചിന്തകളും, നമ്മളെ നടക്കുന്നതായിക്കോട്ടെ, നമ്മൾ ചിരിക്കുന്നതായിക്കോട്ടെ, നമ്മുടെ പ്രവൃത്തികളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അവയവം. അവിടെ ഒരു വെള്ളി വെളിച്ചം നമ്മുടെ തലയുടെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്നു. നമ്മൾ നല്ല രീതിയിലേക്ക് ഉറങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് രോഗശാന്തി ലഭിക്കുവാൻ വേണ്ടി ആ വെള്ളി വെളിച്ചം നമ്മുടെ തലച്ചോറിലെ ഓരോ സെല്ലുകളും, പ്രത്യേകിച്ചും നല്ല ഉറക്കത്തിലാണ് തലച്ചോറിന് പൂർണ്ണമായിട്ടുള്ള ശാന്തത കിട്ടുന്നത്. തലച്ചോറിലെ സെല്ലുകൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ ചിന്തകളും മറ്റ് പ്രോസസ്സുകൾ, തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എല്ലാ പ്രവൃത്തികളും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറ് നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് അതൊന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഈ ഒരു വെള്ളി വെളിച്ചം നമ്മുടെ തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തും വന്നുകൊണ്ട് നമ്മൾക്ക് ഒരു ഹീലിംഗ്, ഒരു സുഖമായിട്ടുള്ള അവസ്ഥ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ ഈ ശ്വാസം പുറത്തേക്കും അകത്തേക്കും 24 മണിക്കൂറും നമ്മളറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്.
നമ്മൾ സാധാരണ രീതിയിൽ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുകയാണ്. ഈ സമയം ഹീലിംഗ് പ്രോസസ്സ് നമ്മുടെ ബ്രെയിനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ എന്തെങ്കിലും ഒരു നല്ല ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് കൊടുത്ത എന്തെങ്കിലും ഒരു നല്ല ഒരു വാക്കായിക്കോട്ടെ, പ്രവൃത്തി ആയിക്കോട്ടെ, എന്തെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ, അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, അവ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ സമയം നിങ്ങൾ വളരെ സന്തോഷവാനാണ്, നിങ്ങൾ വളരെ ശാന്തനാണ്. വളരെ ശാന്തമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പൂർണ്ണമായും റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാന്തത നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. പതിയെ നിങ്ങളുടെ ശ്രദ്ധ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നമ്മൾ എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോഴാണെങ്കിൽ നമ്മുടെ കഴുത്തിങ്ങനെ വെട്ടിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഭാഗത്തുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ വെള്ളി വെളിച്ചം ആ ഭാഗത്ത് വന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു തരംഗം നിങ്ങളിലേക്ക് ആവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിലേക്ക് വന്നു, അത് കഴിഞ്ഞ് മെല്ലെ താഴെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് അവിടെ ഒരു വെള്ളി വെളിച്ചം തരംഗങ്ങളായി ഒരു എനർജിയായിട്ട്, ഒരു ഹീലിംഗ് എനർജിയായിട്ട് നിങ്ങളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ശ്വാസത്തെ നമുക്ക് ഒന്നറിയാം. ഒരു ആഴത്തിൽ ഉള്ളിലേക്ക് ശ്വാസമെടുത്ത് വളരെ സാവധാനം ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് വളരെ സാവധാനം ചെയ്യേണ്ട പ്രോസസ്സാണ്. പുറത്തേക്ക് വിടാവുന്നതാണ്. ഇനി വരുന്ന മ്യൂസിക് നിങ്ങൾ കേട്ടുകൊണ്ട് ധ്യാനാവസ്ഥയിൽ കുറച്ചു നേരം ഇരിക്കുക. അതിനുശേഷം വളരെ സാവധാനം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ആയിട്ട് ഒന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് നമ്മളിരിക്കുന്ന ഭാഗം, നമ്മളുടെ റൂം അല്ലെങ്കിൽ പുറത്തിരിക്കുക, നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു ചുറ്റുപാടുകളുമായിട്ട് ഒന്ന് അറിഞ്ഞുകൊണ്ട് വളരെ സാവധാനം കണ്ണുകൾ തുറക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് കേട്ടുകൊണ്ട് വളരെ സാവധാനം ഉറക്കത്തിലേക്ക് പോകാവുന്നതാണ്. ഒരു ശാന്തമായിട്ടുള്ള ഉറക്കം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ശബ്ദം വളരെ സാവധാനം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പതിയെ പതിയെ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഹീലിംഗ് എനർജി, വെള്ളി വെളിച്ചം നമ്മുടെ ബ്രെയിനിലെ എല്ലാ കോശങ്ങളെയും ശാന്തമാക്കി അവയെ റിലാക്സാക്കി ഒരു വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴാൻ വേണ്ടി ആ വെള്ളി വെളിച്ചം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു നല്ല ഉറക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മെഡിറ്റേഷൻ 1. അടുത്ത ഞായറാഴ്ച മെഡിറ്റേഷൻ 2 ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്.